പ്രൈസ് ലോർഡ്. സിയോണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബൈബിളിലെ ചില പൊതുചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. ആദ്യത്തെ ചോദ്യം, ഏതു ലേഖനത്തിലാണ് അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പിയർ 3:18. അടുത്ത ചോദ്യം, പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവർ ആരാണ്? ഉത്തരം, എഫേസ്യർ, എഫേസ്യ ലേഖനം 2:11. അടുത്ത ചോദ്യം, എല്ലായ്പ്പോഴും ഏതു കാര്യത്തിൽ എരിവ് കാണിക്കുന്നതാണ് നല്ലത്? ഉത്തരം, നല്ല കാര്യത്തിൽ, ഗലാത്യ ലേഖനം 4:18. അടുത്ത ചോദ്യം, ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് പൗലോസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, കൊരിന്ത്യരോട്, 2 കൊരിന്ത്യർ 13:6. അടുത്ത ചോദ്യം, റോമാലേഖനം അവസാനം അധ്യായത്തിൽ വന്ദനം ചൊല്ലുവിനെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? ഉത്തരം, 13 പ്രാവശ്യം. അടുത്ത ചോദ്യം, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, പത്രോസ്, അപ്പോസ്തല പ്രവൃത്തി 12:26. അടുത്ത ചോദ്യം, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇത് ഏത് സുവിശേഷത്തിലെ ഉദ്ധരണിയാണ്? ഉത്തരം, യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ 1:16. അടുത്ത ചോദ്യം, എവിടേക്ക് യാത്ര തിരിക്കും മുൻപാണ് മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകുമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, യെരൂശലേമിലേക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 18:31. അടുത്ത ചോദ്യം, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം, മഹാപുരോഹിതൻ, മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 61 വാക്യം. അടുത്ത ചോദ്യം, നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്ന് ഏത് സുവിശേഷ പുസ്തകത്തിലാണ് കാണുന്നത്? ഉത്തരം, മത്തായിയുടെ സുവിശേഷം, മത്തായി 27:14. അടുത്ത ചോദ്യം, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരങ്ങൾ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? ഉത്തരം, പരിജ്ഞാനം, മലാഖിയുടെ പ്രവചനം 2 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് യഹോവ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കുന്നത്? ഉത്തരം, യഹൂദ മേധാവികളെ, സെഖര്യാവിൻ്റെ പ്രവചനം 12:6. അടുത്ത ചോദ്യം, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഈ വാക്യം ഏത് പ്രവചന പുസ്തകത്തിലാണ് കാണുന്നത്? ഉത്തരം, ഹഗ്ഗായി, ഹഗ്ഗായി പ്രവചനം 1 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് യഹോവ യാഗസദ്യ ഒരുക്കി വിശുദ്ധീകരിച്ചുമിരിക്കുന്നത്? ഉത്തരം, താൻ ക്ഷണിച്ചവരെ, സെഫന്യാവിൻ്റെ പ്രവചനം 1 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ കുതിരകളാണ് പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയുമുള്ളവ? ഉത്തരം, കൽദയരുടെ, ഹബക്കുക്കിൻ്റെ പ്രവചനം 1 അധ്യായം 6-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആർക്കാണ് ചുറ്റും വെള്ളമുള്ളതും സമുദ്രം വാടയും സമുദ്രം മതിലും ആയിരിക്കുന്നത്? ഉത്തരം, നോ അമ്മോന്, നഹും പ്രവചനം 3 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, കള്ളത്തുലാസും കള്ളപ്പടികളിട്ട് സഞ്ചയമുള്ളവനെ യഹോവ ആരായിട്ട് എണ്ണുന്നില്ല? ഉത്തരം, നിർമ്മലനായി, മീഖ പ്രവചനം 6 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, യഹോവ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ
ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യോന. യോനയുടെ പ്രവചനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം ഏദോമിൽ നിന്ന് ജ്ഞാനികളെ നശിപ്പിക്കുമ്പോൾ ഏശാവിൻ്റെ പർവ്വതത്തിൽ നിന്ന് എന്തിനെയാണ് നശിപ്പിക്കുന്നത്? ഉത്തരം വിവേകത്തെ. ഓബദ്യാവിൻ്റെ പ്രവചനം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ആമോസ് ഇസ്രയേലിനെ കുറിച്ച് ദർശനം കാണുമ്പോൾ ആരായിരുന്നു ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം യൊരോബെയാം. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നതെന്തിന് എന്ന് സങ്കീർത്തനത്തിൽ 115:2 കാണുന്നു. ഇത് ഒരു പ്രവചന പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. അത് ഏതാണ്? ഉത്തരം യോവേൽ പ്രവചനം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് എവിടെ നിന്നുമാണ് വരുന്നത്? ഉത്തരം മരുഭൂമിയിൽ നിന്ന്. ഹോശേയുടെ പ്രവചനം 13-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, മഹാദർശനം കണ്ട് ബലമില്ലാതെയായി മുഖശോഭ ക്ഷയിച്ചു പോയത് ആർക്കാണ്? ഉത്തരം ദാനിയേലിന്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെട്ടു. ഈ ആലയത്തിൻ്റെ മുഖം എങ്ങോട്ടായിരുന്നു? ഉത്തരം കിഴക്കോട്ട്. യെഹെസ്കേൽ പ്രവചനം 47:1. അടുത്ത ചോദ്യം, ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, ഇതുകൊണ്ട് ഞങ്ങളുടെ എന്താണ് രോഗം പിടിച്ചിരിക്കുന്നത്? ഉത്തരം ഹൃദയത്തിന്. വിലാപങ്ങൾ 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടേച്ചുപോയ അകമ്പടി നായകൻ ആരാണ്? ഉത്തരം നെബൂസറദാൻ. യിരെമ്യാവിൻ്റെ പ്രവചനം 52-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടുമെന്ന് എഴുതിയത് ആരാണ്? ഉത്തരം ഹിസ്കിയാവ്. യെശയ്യാവിൻ്റെ പ്രവചനം 38-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരിക്കുന്നതിൻ്റെ കാരണം ചോദിക്കുന്നത് എന്ത് അല്ല? ഉത്തരം ജ്ഞാനം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്താണ് ഉള്ളത്? ഉത്തരം മഹാസമാധാനം. സങ്കീർത്തനം 119:165 വാക്യം. അടുത്ത ചോദ്യം, രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം എസ്തേർ. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായം 34-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം തോബിയാവിന്. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 4-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കോരേശിൻ്റെ കൽപ്പന പ്രകാരം ലെബാനോനിൽ നിന്ന് ദേവദാരു യാഫോവിലെത്തിച്ചത് ആരൊക്കെയാണ്? ഉത്തരം സോര്യർ, സീദോന്യർ. എസ്രയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, 8 സംവത്സരം യെരൂശലേമിൽ രാജാവായിരുന്നിട്ടും ആർക്കും ഇഷ്ടനാകാതെ മഹാവ്യാധിയാൽ മരിച്ചുപോയത് ആരാണ്? ഉത്തരം യെഹോരാം. 2 ദിനവൃത്താന്തം 21:16-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു രാജാവിൻ്റെ സകല പ്രവർത്തികളും 3 പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
രാജാവ് ആരാണ്? ഉത്തരം ദാവീദ്. 1 ദിനവൃത്താന്തം 29:29-30 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു രാജാവ് ബലിപീഠത്തിൻ്റെ ഒരു പ്രതിമയും അതിൻ്റെ എല്ലാ പണിമാതൃകയും ഒരു പുരോഹിതന് കൊടുത്തയച്ചു. രാജാവ് ആര്? പുരോഹിതൻ ആരാണ്? ഉത്തരം രാജാവ് ആഹാസ്. പുരോഹിതൻ ഊരിയ പുരോഹിതൻ. 2 രാജാക്കന്മാർ 16-10 വാക്യം. അടുത്ത ചോദ്യം, അരക്കിരട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നത് ആരുടെ ഭൃത്യന്മാരാണ്? ഉത്തരം അരാം രാജാവായ ബെൻഹദദിൻ്റെ. 1 രാജാക്കന്മാർ 20:31-32 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദാവീദ് ദുർഗത്തിലായിരുന്നപ്പോൾ ഏത് പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം ബെത്ലഹേം. 2 ശമൂവേൽ 23:14-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കൊള്ളമുതലിൻ്റെ ഒരംശം തൻ്റെ സ്നേഹിതർക്ക് സമ്മാനമായി നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ദാവീദ്. 1 ശമൂവേൽ 30:26. അടുത്ത ചോദ്യം, പട്ടണവാതിൽക്കൽ വെച്ച് എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് ക്ഷണിച്ചത് ആരാണ്? ഉത്തരം ബോവസ്. രൂത്തിന്റെ പുസ്തകം 4-1 വാക്യം. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇസ്രായേൽ മക്കൾ ഇല്ലാത്ത സ്ഥലം ഏതാണ്? ഉത്തരം യെബൂസ്യ നഗരം. ന്യായാധിപന്മാർ 19:11-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരു കൂട്ടർ കനാൻ ദേശത്തിൻ്റെ കിഴക്ക് യോർദാന് സമീപത്ത് കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതപ്പോൾ ആരാണ് അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ഒന്നിച്ചു കൂടിയത്? ഉത്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും. യോശുവയുടെ പുസ്തകം 22:10-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ എന്ന് മോശെ ആരെയാണ് അനുഗ്രഹിച്ചത്? ഉത്തരം ആശേരിനെ. ആവർത്തന പുസ്തകം 33:24. അടുത്ത ചോദ്യം, ബാധ അടങ്ങുവാൻ കലശമെടുത്ത് ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചത് ആരാണ്? ഉത്തരം അഹരോൻ. സംഖ്യാപുസ്തകം 18:47. അടുത്ത ചോദ്യം, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ ആരാണ് കൊണ്ടുവരേണ്ടത്? ഉത്തരം ഇസ്രായേൽ മക്കൾ. ലേവ്യ പുസ്തകം 24:2, പുറപ്പാട് പുസ്തകം 27:20. അടുത്ത ചോദ്യം, ആരാണ് സാക്ഷ്യമെടുത്ത് പെട്ടകത്തിൽ വയ്ക്കുകയും പെട്ടകത്തിന്മീതെ കൃപാസനം വയ്ക്കുകയും ചെയ്തത്? ഉത്തരം മോശെ. പുറപ്പാട് പുസ്തകം 40-20 വാക്യം. അടുത്ത ചോദ്യം, നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം യാക്കോബിൻ്റെ. ഉൽപ്പത്തി പുസ്തകം 27:20. അടുത്ത ചോദ്യം, പിതാവിനോട് യജമാനൻ കോപിക്കരുതേ എന്ന് പറഞ്ഞ മകൾ ആരാണ്? ഉത്തരം റാഹേൽ. ഉൽപ്പത്തി പുസ്തകം 31:35 വാക്യം. അടുത്ത ചോദ്യം, പുരോഹിത ശുശ്രൂഷയ്ക്കായി ഉണ്ടാക്കുന്ന ഏഫോദിന്മേൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ എത്ര ഗോമേതക കല്ലുകൾ
പതിക്കേണം? ഉത്തരം 2. പുറപ്പാട് പുസ്തകം 28 അധ്യായം 6, 9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒട്ടകത്തിൻ്റെ കുളമ്പ് എങ്ങനെയുള്ളതാണ്? ഉത്തരം പിളർന്നതല്ല. ലേവ്യ പുസ്തകം 11:4. അടുത്ത ചോദ്യം, വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായ വേല ആരുടേതാണ്? ഉത്തരം കെഹാത്യരുടെ. സംഖ്യാപുസ്തകം 7 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യോശുവയ്ക്ക് അവകാശമായി ലഭിച്ച പട്ടണം ഏതാണ്? ഉത്തരം തിമ്നത്ത് സേരഫ്. യോശുവയുടെ പുസ്തകം 19:49-50 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പിതൃഭവനത്തിൽ നിന്നും അവകാശം നഷ്ടപ്പെട്ടവനായി സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് പാർത്തത് ആരാണ്? ഉത്തരം യിഫ്താഹ്. ന്യായാധിപന്മാർ പുസ്തകം 11:2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരാൾ നീ ഉത്തമ സ്ത്രീ എന്ന് പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം രൂത്തിനോട്. രൂത്തിന്റെ പുസ്തകം 3 അധ്യായം 9, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട് സംഹരിക്കപ്പെട്ട ബത്ശേമ്യരുടെ സംഖ്യ എത്രയാണ്? ഉത്തരം 50,070 പേർ. 1 ശമൂവേൽ 6:19. അടുത്ത ചോദ്യം, യവന ഭാഷയിൽ അഗാധദൂതൻ്റെ പേരെന്താണ്? ഉത്തരം അപ്പൊല്ലുവൻ. വെളിപ്പാട് പുസ്തകം 9 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ലല്ലോ, ആരാണ് പറഞ്ഞത്? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 12 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് യഹോവയുടെ മന്ദിരത്തിന് മുൻപിൽ അത്തിപ്പഴം വെച്ചിരിക്കുന്നതായി കണ്ടത്? ഉത്തരം ഇരമ്യാവ്. ഇരമ്യാവിൻ്റെ പ്രവചനം 24 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ഫെലിസ്ത്യൻ ഗോലിയാത്ത് ആരെയാണ് അംഗം പൊരുതുവാൻ വെല്ലുവിളിച്ചത്? ഉത്തരം ഇസ്രായേലിനെ. 1 ശമൂവേൽ 17 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ശേഖേമിൽ യോസേഫിൻ്റെ അസ്ഥികളെ അടക്കിയ നിലത്തിൻ്റെ വിലയെന്ത്? ഉത്തരം 100 വെള്ളിക്കാശ്. യോശുവയുടെ പുസ്തകം 24 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, ശിംശോൻ്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കാൻ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദലീലായ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്താണ്? ഉത്തരം ഓരോരുത്തരും 1100 വെള്ളിപ്പണം. ന്യായാധിപന്മാർ 16 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, വ്യവഹാരത്തിനായി വരുന്നവരോട് പടിവാതിൽക്കൽ നിന്നുകൊണ്ട് അബ്ശാലോം എന്താണ് ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം നീ ഏത് പട്ടണക്കാരൻ? 2 ശമൂവേൽ 15 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ഗിത്യനായ ഗോലിയാത്തിൻ്റെ സഹോദരൻ ലഹ്മിയെ ആരാണ് വെട്ടിക്കൊന്നത്? ഉത്തരം യായീരിൻ്റെ മകനായ എൽഹാനാൻ. 1 ദിനവൃത്താന്തം 20 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, തിരിക്കല്ലിൻ്റെ അടിക്കല്ല് പോലെ
ഉറപ്പുള്ള ഹൃദയമുള്ള ജീവി ഏതാണ്? ഉത്തരം മഹാനക്രം. യോബിൻ്റെ പുസ്തകം 41 അധ്യായം 1-24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ആസാഫ്. സങ്കീർത്തനം 73 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, യവനന്മാർ ദൈവാലയത്തിൽ കയറിയതിനാൽ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞുവെന്ന് വിളിച്ചു കൂകിയത് ആരാണ്? ഉത്തരം ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ. അപ്പോസ്തലപ്രവൃത്തി 21 അധ്യായം 27-28 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം പൗലോസ്. ഗലാത്യ ലേഖനം 2 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ബാല്യം മുതൽ ലാളന അനുഭവിച്ചു വളർന്ന ദാസൻ ഒടുക്കം എന്ത് കാണിക്കും? ഉത്തരം ദുശാഠ്യം. സദൃശ്യവാക്യങ്ങൾ 29 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ ചോദിക്കയില്ല യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ആഹാസ്. യെശയ്യാവിൻ്റെ പ്രവചനം 7 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, അകൃത്യബാഹുല്യവും മഹാദോഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണ്ണൻ ഭ്രാന്തനുമെന്ന് ആരറിയും? ഉത്തരം ഇസ്രായേൽ. ഹോശയുടെ പ്രവചനം 9 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ഒരു മണി പോലും നിലത്ത് വീഴാതെ അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഏത് ഗ്രഹത്തെ അരിക്കുവാനാണ് യഹോവ കൽപ്പിക്കുന്നത്? ഉത്തരം ഇസ്രായേൽ ഗ്രഹത്തെ. ആമോസിൻ്റെ പ്രവചനം 9 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ഏശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ കയറി ചെല്ലുന്ന പർവ്വതം ഏതാണ്? ഉത്തരം സിയോൺ പർവ്വതം. ഓബദ്യാവിൻ്റെ പ്രവചനം 21 വാക്യം. അടുത്ത ചോദ്യം, എടുക്കുവാൻ പ്രയാസമുള്ള ചുമടുകൾ ഒരു വിരൽ കൊണ്ട് പോലും തൊടുകയില്ല, എന്നാൽ അവ മനുഷ്യരെ കൊണ്ട് എടുപ്പിക്കുന്നതാരാണ്? ഉത്തരം ന്യായശാസ്ത്രിമാർ. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 45-46 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസ് തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ 2 വട്ടം സാമ്പത്തികമായി സഹായിച്ചത് ഏത് സഭയാണ്? ഉത്തരം ഫിലിപ്പിയിലെ സഭ. ഫിലിപ്പിയർ 4 അധ്യായം 15-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസിനെ കൊന്നുകളയുവോളം തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്ന് കഠിന ശപഥം ചെയ്തത് ആരാണ്? ഉത്തരം യഹൂദന്മാർ. അപ്പോസ്തലപ്രവൃത്തി 23 അധ്യായം 12-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സിംഹം ഇര കിട്ടാതെ നശിക്കുമ്പോൾ സിംഹക്കുട്ടികൾ എന്തു ചെയ്യുന്നു? ഉത്തരം ചിതറിപ്പോകുന്നു. യോബിൻ്റെ പുസ്തകം 4 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ശൗലും ഭൃത്യനും തന്നെ കാണുവാൻ പട്ടണത്തിലെത്തുന്ന വിവരം ശമൂവേലിന് എത്ര ദിവസം മുമ്പ് വെളിപ്പെട്ടു? ഉത്തരം 1 ദിവസം. 1 ശമൂവേൽ 9 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, ബിലയാം കയറിയ കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ എങ്ങനെ നിന്നു? ഉത്തരം ഒതുങ്ങി നിന്നു. സംഖ്യാപുസ്തകം 22 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം, അഹരോൻ്റെ മകൻ എലയാസറിനെ അടക്കിയത് എവിടെയാണ്? ഉത്തരം എഫ്രയീം പർവ്വതത്തിലെ കുന്നിൽ. യോശുവയുടെ പുസ്തകം
24 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം, യഹോശാഫാത്തിനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്ത് അവനെ വശീകരിക്കുവാൻ ശ്രമിച്ചത് ആരാണ്? ഉത്തരം ആഹാബ്. 2 ദിനവൃത്താന്തം 18 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, രാജാവ് വിരുന്ന് കഴിച്ചപ്പോൾ രാജ്ഞിക്ക് സ്ഥാനനഷ്ടം ഉണ്ടായി. രാജാവ് ആരാണ്? ഉത്തരം അഹശ്വേരോശ്. എസ്തേറിൻ്റെ പുസ്തകം 1 അധ്യായം 17, 22 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല എന്ന് ഏത് പ്രവാചകന്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ. യെശയ്യാവിൻ്റെ പ്രവചനം 6 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു എന്ന് അരുളപ്പാട് ലഭിച്ച പ്രവാചകൻ ആരാണ്? ഉത്തരം യെഹസ്കേൽ. യെഹസ്കേലിൻ്റെ പ്രവചനം 12 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ഒരു കൊട്ട പഴുത്ത പഴം ദർശനത്തിൽ കണ്ട പ്രവാചകൻ ആരാണ്? ഉത്തരം ആമോസ്. ആമോസിൻ്റെ പ്രവചനം 8 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ഹാമോർ യാക്കോബുമായി സംഭാഷണത്തിനെത്തിയപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാർ എവിടെയായിരുന്നു? ഉത്തരം വയലിൽ. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 57 വാക്യം. അടുത്ത ചോദ്യം, ശലോമോൻ യെരൂശലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത് ആരാണ്? ആ വ്യക്തി ആരുടെ മകനാണ്? ഉത്തരം യോഹാനാൻ്റെ മകൻ അസര്യാവ്. 1 ദിനവൃത്താന്തം 6 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നപ്പോൾ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ കഴിയാതെയിരുന്നത് ആർക്കാണ്? ഉത്തരം ദാവീദിന്. 1 ദിനവൃത്താന്തം 21 അധ്യായം 29, 30 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് തനിക്ക് ജനിച്ച മകന് ബെരിയാവ് എന്ന് പേരിട്ട പിതാവ് ആരാണ്? ഉത്തരം എഫ്രയീം. 1 ദിനവൃത്താന്തം 7 അധ്യായം 22, 23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യോബാബ് എണ്ണിയ യഹൂദയിലെ ആയുധപാണികളുടെ സംഖ്യ എത്രയാണ്? ഉത്തരം 4,70,000. 1 ദിനവൃത്താന്തം 21 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ എന്ന് പറഞ്ഞ യഹൂദ രാജാവ് ആരാണ്? ഉത്തരം യഹോശാഫാത്ത്. 2 ദിനവൃത്താന്തം 19 അധ്യായം 4, 7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഹൂരാമിൽ തനിക്ക് ലഭിച്ച പട്ടണങ്ങളെ പണിതുറപ്പിച്ച ശേഷം ആരെയാണ് ശലോമോൻ അവിടെ പാർപ്പിച്ചത്? ഉത്തരം ഇസ്രായേല്യരെ. 2 ദിനവൃത്താന്തം 8 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, എഫ്രയീമിൻ്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ യെരൂശലേമിൻ്റെ 400 മുഴം മതിൽ ഇടിച്ചു കളഞ്ഞത് ആരാണ്? ഉത്തരം ഇസ്രായേൽ രാജാവായ യോവാശ് അഥവാ യഹോവാശ്. 2 ദിനവൃത്താന്തം 25 അധ്യായം
23 വാക്യം. യഹോവാശ് എന്ന് 2 രാജാക്കന്മാർ 14:13 നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടും ഒരാൾ തന്നെയാണ്. അടുത്ത ചോദ്യം, ദൈവമായ യഹോവയുടെ മുൻപാകെ ക്രമമായി നടന്നതുകൊണ്ട് ബലവാനായി തീർന്നത് ആരാണ്? ഉത്തരം യോഥാം. 2 ദിനവൃത്താന്തം 27 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് രാജത്വം ഉറച്ചു കിട്ടിയ യഹൂദ രാജാവ് ആരാണ്? ഉത്തരം യഹോശാഫാത്ത്. 2 ദിനവൃത്താന്തം 17 അധ്യായം 3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആർക്കാണ് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയിരുന്ന സാധനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നത്? ഉത്തരം മത്തിത്വാവിന്. 1 ദിനവൃത്താന്തം 9 അധ്യായം 31 വാക്യം. അടുത്ത ചോദ്യം, എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിനു വേണ്ടി ഇനിയും പ്രത്യാശയുണ്ടെന്ന് എസ്രയോട് പറഞ്ഞത് ആരാണ്? ഉത്തരം യെഹിയേലിൻ്റെ മകൻ ശെഖന്യാവ്. എസ്രയുടെ പുസ്തകം 10 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, മതിൽ പണിയുമ്പോൾ കാഹളമൂതുന്നവൻ ആരുടെ കൂടെയായിരുന്നു? ഉത്തരം നെഹമ്യാവിൻ്റെ കൂടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 4 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ശബ്ബത്ത് നാളിൽ യെരുശലേമിൽ മീനും പലചരക്കും വിറ്റുകൊണ്ടിരുന്നത്? ഉത്തരം സോര്യർ. നെഹമ്യാവിൻ്റെ പുസ്തകം 13 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാതിരുന്നവർ ആരാണ്? ഉത്തരം തെക്കോവ്യരുടെ ശ്രേഷ്ഠന്മാർ. നെഹമ്യാവിൻ്റെ പുസ്തകം 3 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, എന്തു പണിയാതിരിക്കേണ്ടതിനാണ് ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി അവരെ പേടിപ്പിച്ചത്? ഉത്തരം യഹോവയുടെ മന്ദിരം. എസ്രയുടെ പുസ്തകം 4 അധ്യായം 1-34 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ശബ്ബത്തിന് മുൻപേ ഇരുട്ടായി തുടങ്ങുമ്പോൾ മുതൽ ശബ്ബത്ത് കഴിയും വരെ യെരുശലേം നഗരവാതിലുകൾ അടച്ചിടുവാൻ കൽപ്പിച്ചത് ആരാണ്? ഉത്തരം നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 13 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, കോട്ടയുടെ അധിപനായ ഈ വ്യക്തി പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. വ്യക്തി ആരാണ്? ഉത്തരം ഹനന്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 7 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, കാസിഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനിയായിരുന്നത് ആരാണ്? ഉത്തരം ഇദ്ദോ. എസ്രയുടെ പുസ്തകം 8 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ ദൈവമേ, ഇതെനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ഒരു അധ്യായത്തിലെ അവസാന വാക്യമാണിത്. റഫറൻസ് ഏതാണ്? ഉത്തരം നെഹമ്യാവിൻ്റെ പുസ്തകം 13 അധ്യായം 31 വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.